Hello guys, എല്ലാവർക്കും ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് Hyundai ഷോറൂമിലോട്ടാണ്. Hyundai ഒരു പുതിയ വാഹനമാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. Hyundai Verna 2020 V6 വേരിയന്റ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ റിവ്യൂലോട്ട് കടക്കാം. Stay tuned guys. നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന വാഹനമാണ് ഹ്യുണ്ടായിയുടെ പുതിയൊരു ഫേസ് ലിഫ്റ്റുമായി മാർക്കറ്റിലോട്ട് ഇറങ്ങിയ വെർണ എന്നൊരു വേർഷനാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ വേരിയൻറ്റ് വന്നിരിക്കുന്നത് SX എന്നൊരു വേരിയൻ്റാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനോടാണ് ഈ വന്നിരിക്കുന്നത്. ടോപ്പ് വേർഷനായ SX എന്ന മോഡലിൻ്റെ തൊട്ട് താഴെയുള്ള മോഡലാണ് നമ്മുടെ മുന്നിൽ നിന്ന് കാണുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂയിലോട്ട് കടക്കാം. 2020 വെർണയുടെ ഫേസ് ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നത് റീഡിസൈൻ ഫ്രണ്ടാണ്. അപ്പോൾ ഫ്രണ്ടിലെ ഡീറ്റെയിൽസിലോട്ട് പോയാൽ തന്നെ നമുക്ക് ഫസ്റ്റ് എടുത്ത് പറയാനുള്ള റീഡിസൈൻ ചെയ്ത ഹെഡ് ലാംപ്സ് ആണ്. അപ്പോൾ ഈ വെർണയ്ക്ക് വന്നിട്ടുള്ളത് സിംഗിൾ പ്രൊജക്റ്റഡ് ഹെഡ് ലാംപ്സ് ആണ് വന്നിരിക്കുന്നത്. അതിന് തൊട്ട് മുകളിലായിട്ട് നല്ലൊരു ടച്ചായിട്ട് ഒരു വൈറ്റ് കളർ LED സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു LED ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒരു സെയിം ഹൗസിങ്ങിലാണ് നൽകിയിട്ടുള്ളത്. താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം പ്രൊജക്റ്റഡ് ഫോഗ് ലാംപ്സ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ വണ്ടിക്ക് നൽകിയിട്ടുള്ളത്. അതിന് നല്ലൊരു ടച്ചായിട്ട് സൈഡിലൊരു നല്ലൊരു ക്രോം ഫിനിഷും നൽകിയിട്ടുണ്ട്. പിന്നെ നമ്മൾ റൈറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്ന കാര്യമാണ് നമ്മുടെ വെർണയുടെ ഗ്രിൽസ്. കാസ്കേഡിംഗ് ഗ്രിൽസ് ആണ് ഈ വാഹനത്തിന് ഹ്യുണ്ടായി നൽകിയിട്ടുള്ളത് വിത്ത് ഡാർക്ക് ക്രോം ഫിനിഷ്. ലെങ്ത്തിലും വിഡ്ത്തിലും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ ഗ്രിൽ അല്പം ലെങ്ത്തിലും വിഡ്ത്തിലും വലിപ്പം കൂട്ടിയിട്ടുണ്ട് ഹ്യുണ്ടായി. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം എയർ ഡാംസ് കാണാം. നമുക്ക് എയർ ഡാംസിന് നല്ലൊരു ടച്ചായിട്ട് അതിൻ്റെ സൈഡിലോട്ട് നല്ലൊരു ക്രോം ഫിനിഷും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ റിവ്യൂവിലേക്ക് കടക്കാം. സൈഡ് പ്രൊഫൈൽ നമുക്ക് ഫസ്റ്റ് തന്നെ കാണാൻ കഴിയുന്നത് ബോഡി കളർ ORVMs ആണ്. നല്ലൊരു ഷാർപ്പ് ഫിനിഷുള്ള ORVMs ആണ് ഈ വാഹനത്തിന് നൽകിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് നൽകിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടിയോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു ബോഡി കളർ ഒരു ബ്ലാക്ക് കളർ പ്ലാസ്റ്റിക് ഫിനിഷാണ് നൽകിയിട്ടുള്ളത് ഹ്യുണ്ടായി. ORVMs കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സൈഡ് പ്രൊഫൈൽ നമുക്ക് മെയിനായിട്ട് എടുത്ത് പറയാനുള്ളത് ഹ്യുണ്ടായിയുടെ എല്ലാവർക്കും അറിയുന്നതുപോലെ ഫ്ലൂയിഡിക് ലൈൻസ് ആണ് വണ്ടിയുടെ ഫ്രണ്ട് തൊട്ട് വണ്ടിയുടെ ബാക്ക് വരെ. ഒരു നല്ല ഷാർപ്പ് ലൈൻസ് ടോപ്പിലും ബോട്ടത്തിലായിട്ട് പോകുന്നുണ്ട്. ഇത് ആക്ച്വലി ഒരു വളരെ നല്ലൊരു ടച്ചാണ് വണ്ടിക്ക്. നല്ലൊരു ഷാർപ്പ് ആൻഡ് സ്ലീക്കി ലുക്കാണ് ഈ ഒരു ഫ്ലൂയിഡിക് ലൈൻസ് നൽകുന്നത്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ക്രോം ഹാൻഡിൽസ്. നമ്മുടെ പാസഞ്ചർ സൈഡിൽ നോക്കിയാൽ ക്രോം ഹാൻഡിൽ ഡോർസാണ് ഈ വണ്ടിക്ക് എല്ലാ സൈഡും നൽകിയിരിക്കുന്നത്. 2020 വെർണയുടെ ടയറിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ വേരിയൻറ്റ് SX വേരിയൻറ്റിന് നൽകിയിരിക്കുന്നത് 195/55 R16 പ്രൊഫൈലർ ടയറാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ടയർ റാപ്പ് ചെയ്തിരിക്കുന്നത് R16 ഡയമീറ്ററിൽ കാർബൺ ഗ്രേ എന്നൊരു കളറിൽ വന്നിരിക്കുന്ന ഒരു അലോയ്സിലോട്ടാണ് ഇത് റാപ്പ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ള ഒരു അലോയ്സ് തന്നെയാണ് ഈ ഒരു SX മോഡൽ നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ടിലോട്ട് പിന്നെ ഫ്രണ്ട് ബ്രേക്സിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് ഡിസ്ക് ബ്രേക്സ് ആണ്. പിന്നെ അതിൻ്റെ പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സെയിം പ്രൊഫൈൽ ടയർ തന്നെയാണ് ബാക്കിലും യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കിൽ ബ്രേക്കിൻ്റെ കാര്യം പറ്റി പറയുകയാണെങ്കിൽ ബാക്കിൽ വന്നിരിക്കുന്നത് ജസ്റ്റ് നോർമൽ ഡ്രം ബ്രേക്സ് ആണ്. അതൊരു ചെറിയൊരു ഡ്രോബാക്ക് ആണ്. 2020 വെർണയുടെ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഡിഫറൻസ് ഒന്നും കഴിഞ്ഞ വേർഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കാണുന്നില്ല. പക്ഷേ എന്നാലും നമ്മുടെ ടെയിൽ ലാംപ്സിൽ ഒരു നല്ലൊരു റീഡിസൈൻ നൽകിയിട്ടുണ്ട്. ടെയിൽ ലാംപ്സ് വന്നിരിക്കുന്നത് ഒരു 5 സ്പ്ലിറ്റ് LED ടെയിൽ ലാംപ്സ് ആണ് ഈ ഹ്യുണ്ടായി വെർണയ്ക്ക് ഈ ഒരു പെർട്ടിക്കുലർ വേരിയൻറ്റ് നൽകിയിരിക്കുന്നത്. അതിന് തൊട്ട് മുകളിലായിട്ട് നല്ലൊരു LED റെഡ് കളർ ബോർഡറും കൊടുത്തിട്ടുണ്ട്. സ്ട്രിപ്പ് പോലത്തെ ബോർഡറും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു വലുപ്പമുള്ളൊരു ടെയിൽ ലാംപ്സ് തന്നെയാണ് ഈ വാഹനത്തിന് ഹ്യുണ്ടായി നൽകിയിരിക്കുന്നത്. കാണാൻ നല്ലൊരു കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു ടെയിൽ ലാംപ്സ് തന്നെയാണ് ഈ വണ്ടിക്ക് നൽകിയിരിക്കുന്നത്. ടെയിൽ ലാംപ്സിൻ്റെ മുകളിലായിട്ട് SX എന്നൊരു ഹ്യുണ്ടായുടെ ബ്രാൻഡിങ് നൽകിയിട്ടുണ്ട്. പിന്നെ നമ്മൾ സെൻറ്ററിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഹ്യുണ്ടായുടെ ഒരു വലിയ ലോഗോ തന്നെ വണ്ടിയിൽ കാണുന്നുണ്ട്. ലോഗോൻ്റെ അടിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മുടെ HD റിവേഴ്സ് ക്യാം കാണുന്നുണ്ട്. റിവേഴ്സ് ക്യാമിന് ചുറ്റുമായിട്ട് 2 ലൈറ്റ്സ് നമ്പർ പ്ലേറ്റ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ടുവേർഡ്സ് ലെഫ്റ്റ് പോകുമ്പോൾ നമുക്ക് കാണാം വീണ്ടും നമ്മുടെ റീഡിസൈൻഡ് ടെയിൽ ലാംപ്സ് ആണ് കാണുന്നത്. തൊട്ട് മുകളിലായിട്ട് വെർണയുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ഡിഫറൻസ് വന്നിട്ടുള്ളത് നമ്മുടെ
ബാക്ക് ബമ്പറിലോട്ടാണ്. ബമ്പറിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ എയർ വെൻറ്റ് പോലെ കാണാം. ആക്ച്വലി അതൊരു വോക്കിംഗ് വെൻറ്റ് തന്നെയാണ്. പിന്നെ അതിൻ്റെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം റിഫ്ലക്റ്റഡ് ലൈറ്റ്സ്. ഈ ഒരു റിഫ്ലക്റ്റഡ് ലൈറ്റ്സ് വന്നിരിക്കുന്നത് നല്ലൊരു ക്രോം ഫിനിഷോടുള്ള ഒരു സറൗണ്ടിങ്ങോടെയാണ് ഈ റിഫ്ലക്റ്റഡ് ലൈറ്റ്സ് വന്നിരിക്കുന്നത്. ട്രങ്കിൻ്റെ മുകളിലായിട്ട് ആ ബാക്ക് വിൻഡ്ഷീൽഡിൽ നമുക്ക് ഡിഫോക്കർ ലൈൻസ് കാണാം. ഡിഫോക്കർ ലൈൻസിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഡയറക്റ്റ് ഗൈസ് കാണാം. ഷാർക്ക് ഫിൻ ആൻറ്റിന ഹ്യുണ്ടായി നൽകിയിട്ടുണ്ട്. വളരെ നല്ലൊരു സ്ലീക്കി ഡിസൈനാണ് ഷാർക്ക് ഫിൻ ആൻറ്റിന ഈ വാഹനത്തിൽ നൽകുന്നത്. പിന്നെ നമുക്ക് ട്രങ്ക് തുറക്കാം. ട്രങ്ക് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണുന്നതിന് ഒരു വലിയൊരു സ്പേസാണ്, ലഗേജ് സ്പേസാണ് ഈ വണ്ടി നൽകിയിരിക്കുന്നത്. ഓൾമോസ്റ്റ് അറൗണ്ട് ഒരു 408 ലിറ്റേഴ്സ് ബൂട്ട് സ്പേസാണ് ഹ്യുണ്ടായി വെർണയ്ക്ക് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബൂട്ടാണ്. പിന്നെ ബൂട്ടിൻ്റെ തൊട്ട് മുകളിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു ലൈറ്റ് നൽകിയിട്ടുണ്ട് ഹ്യുണ്ടായി. ബൂട്ടിൻ്റെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹ്യുണ്ടായി നൽകിയിട്ടുള്ളത് ഒരു 15 ഇഞ്ച് റേഡിയസ് ഉള്ള ഒരു സ്പെയർ വീലാണ് നൽകിയിട്ടുള്ളത്. പിന്നെ ആക്സസറീസും അതിൻ്റെ കൂടെ കാണാം. 2020 വേർണയുടെ ഇൻറ്റീരിയർ റിവ്യൂലോട്ട് കടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് കാണുന്നത് കീലെസ് എൻട്രി ഡ്രൈവർ ഡോറാണ് നമുക്ക് കാണുന്നത്. നല്ലൊരു ക്രോം ഫിനിഷുള്ള ഹാൻഡിലാണ് ഈ ഡോർ നൽകിയിരിക്കുന്നത് ഹ്യുണ്ടായി. നമുക്ക് ഡോർ തുറക്കാം. അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ നോട്ടീസ് ചെയ്യുന്നത് ഹ്യുണ്ടായുടെ ഓൾമോസ്റ്റ് എല്ലാ വാഹനങ്ങളും കണ്ടുവരുന്നത് ഒരു 12 ടോൺ ഇൻറ്റീരിയർ തന്നെയാണ് ഈ വെർണയ്ക്കും ഹ്യുണ്ടായി നൽകിയിട്ടുള്ളത്. ഒരു ബ്ലാക്ക് ആൻഡ് ബേജ് കോമ്പിനേഷനാണ് ഈ ഫുൾ ഡാഷ്ബോർഡ് തൊട്ട് ഡോർ വരെ നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാണാം നല്ലൊരു പ്രീമിയം ഫിനിഷുള്ള ഇൻറ്റീരിയറാണ് വെർണയ്ക്ക് നൽകിയിട്ടുള്ളത് ഹ്യുണ്ടായി. ഡോറിലോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാം ഒരു സെയിം കളർ കോമ്പിനേഷനാണ് ഈ ഡോറും വന്നിരിക്കുന്നത്. ബ്ലാക്ക് ടോപ്പ് വിത്ത് ബേജ് സെൻറ്റർ. വെർണയുടെ ഡോർ ഓപ്പണിംഗ് ഹാൻഡിൽ വന്നിരിക്കുന്നത് ഒരു ബ്രഷ്ഡ് അലുമിനിയം പോലത്തെ ഒരു മെറ്റീരിയൽ കൊണ്ടാണ് ഡോർ ഓപ്പണിംഗ് ഹാൻഡിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നമ്മൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം 4 പവർ വിൻഡോസിൻ്റെ സ്വിച്ച്, ORVMs അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ ORVMസിൻ്റെ സ്വിച്ച് കാണാം. ഡോർ ലോക്ക് അൺലോക്ക് ബട്ടൺസ് കാണാം. പിന്നെ വിൻഡോ ക്ലോസ് ഓൺ ബട്ടൺ കാണാം. സീറ്റിൽ യൂസ് ചെയ്ത മെറ്റീരിയലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം സാധാരണ ഒരു ഫാബ്രിക് മെറ്റീരിയൽ തന്നെയാണ് ഈ വെർണയ്ക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് ഡ്രൈവർ സീറ്റിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റാണ്. ലൈക്ക് 2-way അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റാണ് വെർണയ്ക്ക് ഈ ഒരു SX വേർഷന് നൽകിയിരിക്കുന്നത്. ഡീറ്റെയിൽ ഇൻറ്റീരിയർ റിവ്യൂലോട്ട് നമുക്ക് കിടക്കാം ഗൈസ്. അപ്പോൾ ഇൻറ്റീരിയറിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ കാണാം അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു AC വെൻസ് ആണ് ഹ്യുണ്ടായി വെർണയ്ക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാണാം ഈ ഒരു AC വെൻറ്റ് വന്നിരിക്കുന്ന നല്ലൊരു ക്രോം ഫിനിഷോടുകൂടിയാണ് അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെവൽ വന്നിരിക്കുന്നത്. നല്ലൊരു ടച്ചാണ് ഹ്യുണ്ടായി വെർണയ്ക്ക് നൽകിയിട്ടുള്ളത്. ഹ്യുണ്ടായുടെ വെർണയുടെ ഇൻറ്റീരിയറിൽ ഒരു മെയിൻ അട്രാക്ഷൻ എന്നതിന് പറയാം ഈ ഒരു 8 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. നോർമൽ TFT ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത് 8 ഇഞ്ചിൽ. അപ്പോൾ ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോ ആൻഡ് കാർപ്ലേ സപ്പോർട്ടഡ് ആണ്. പിന്നെ അതിൻ്റെ വേരിയസ് സ്വിച്ചസ് ആണ് താഴോട്ട് കാണുന്നത്. പിന്നെ നമ്മൾ കാണുന്നതാണ് ഡിസ്പ്ലേന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ വോളിയം കൺട്രോൾ നോബ് കാണാം. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് പവർ ഓൺ ഓഫ് ബട്ടണും നൽകിയിട്ടുണ്ട്. ഈ SX എന്ന വേരിയൻറ്റിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് ഹ്യുണ്ടായി വെർണയ്ക്ക് നൽകിയിട്ടുള്ളത്. സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റബിൾ ഫാൻ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന നോബാണ്. പിന്നെ എൻ്റെ റൈറ്റ് സൈഡിലോട്ട് വന്നിരിക്കുന്നത് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന ഒരു നോബാണ് റൈറ്റ് സൈഡിലോട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് അതിൻ്റെ വേരിയസ് സ്വിച്ചസ്, ഫാൻ സ്പീഡ്, നമ്മുടെ ഡിഫോഗറിൻ്റെ AC വെൻ കൺട്രോൾ സ്വിച്ചസ് ആണ് പിന്നെ കാണുന്നത്. AC കൺട്രോൾസിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഗൈസ് നമുക്ക് കാണാം 12 വാട്ട് ചാർജിങ് സോക്കറ്റ് കാണുന്നുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ ഔട്ട്ലെറ്റും കാണുന്നുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ ഒരു വയർലെസ് ചാർജിങ് പ്ലേറ്റും ഹ്യുണ്ടായി വെർണയ്ക്ക് ഈ ഒരു പെർട്ടിക്കുലർ വേർഷൻ നൽകിയിട്ടുണ്ട്. ഈ ഒരു വെർണയ്ക്ക് നൽകിയിട്ടുള്ളത് 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ്. ഈ ഒരു ഗിയർ നോബ് ഈ ഒരു ഡിസൈൻ ഓൾമോസ്റ്റ് എല്ലാ ഹ്യുണ്ടായുടെ പ്രീമിയം വെഹിക്കിൾസിനും ഹ്യുണ്ടായി നൽകുന്നുണ്ട്. കഴിഞ്ഞ ഒരു 2-3-4 ഇയേഴ്സ് ആയിട്ട് ഒരു സെയിം ഡിസൈൻ പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതൊരു ചെറിയ ഡിസഡ്വാൻറ്റേജ് എനിക്ക് തോന്നുന്നുണ്ട്, ഡ്രോബാക്കായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് ബാക്കിലോട്ട് നോക്കിയാൽ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് കാണാം. ഒരു നോർമൽ ഇലക്ട്രോണിക് ഹാൻഡ് ബ്രേക്സ് ഒന്നും വണ്ടിയിലില്ല. ഇറ്റ്സ് നോർമൽ ഹാൻഡ് ബ്രേക്ക് ആണ്. അതിൻ്റെ തൊട്ട് ബാക്കിലോട്ട് നമുക്കൊരു നല്ലൊരു സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അത് നമുക്കൊരു ആം റെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ലോങ് ഡ്രൈവ്സും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഇറ്റ്സ് റിയലി ഹെൽപ്ഫുൾ. വെർണയുടെ സ്റ്റിയറിംഗ് ക്ലസ്റ്ററിലോട്ട് വരാം. നല്ലൊരു ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് ആണ് വെർണയ്ക്ക് ഈ ഒരു SX വേരിയൻറ്റിന് ഹ്യുണ്ടായി നൽകിയിരിക്കുന്നത്. നല്ലൊരു പ്രീമിയം ടച്ചുള്ള സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗിലോട്ട് നോക്കിയാൽ നമുക്ക് കാണാം സ്റ്റിയറിംഗ് കൺട്രോൾസ്, വോളിയം അപ്പ്, വോളിയം ഡൗൺ. പിന്നെ നമുക്ക് കോൾ റിസീവും കോൾ ഡിസ്കണക്റ്റിംഗ് ഫംഗ്ഷനും സ്റ്റിയറിംഗിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ക്രൂസ് കൺട്രോളിൻ്റെ സ്വിച്ചസ് ആണ് നമുക്ക് കാണുന്നത്. സ്റ്റിയറിംഗ് കോളത്തിൻ്റെ തൊട്ട് മുകളിലായിട്ട് റൈറ്റ് സൈഡിൽ നമ്മുടെ ടോൺ ഇൻഡിക്കേറ്റേഴ്സ് ഇടുന്നതും പിന്നെ നമ്മുടെ ഹെഡ്ലൈറ്റ്സ് കൺട്രോൾ ചെയ്യുന്നതും നമ്മുടെ ക്ലസ്റ്ററാണ് നമുക്ക് കാണുന്നത്. സ്റ്റിയറിംഗ് കോളത്തിൻ്റെ ലെഫ്റ്റിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ
വൈപ്പർ കൺട്രോളിംഗ് ക്ലസ്റ്റേഴ്സാണ് ഹ്യൂണ്ടായി ഈ ഒരു വെർണയ്ക്ക് നൽകിയിട്ടുള്ളത്. ഈ ഒരു ക്ലസ്റ്ററിൽ നമുക്ക് വൈപ്പറിൻ്റെ സ്പീഡ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്പീഡ് വൈപ്പറിൻ്റെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതാണ്. 2020 വെർണയിൽ വന്നൊരു മേജർ ഇൻറ്റീരിയർ ചേഞ്ചാണ് ഈ ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. നല്ലൊരു അപ്പീലൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഈ വെർണയ്ക്ക് നൽകിയിട്ടുള്ളത്. പുതിയ വെർണയുടെ റൂഫിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹ്യൂണ്ടായി സൺഗ്ലാസ് ഹോൾഡേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ തൊട്ട് രണ്ട് സൈഡിലായിട്ട് രണ്ട് യെല്ലോ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. യെല്ലോ ലൈറ്റ്സിൻ്റെ സെൻറ്ററിലായിട്ട് അതിൻ്റെ കൺട്രോൾ സ്വിച്ചസ് ആണ് നമുക്ക് കാണുന്നത്. കൺട്രോൾ സ്വിച്ചസിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇതിൻ്റെ SX വേർഷനിൽ മെയിനായിട്ട് വരുന്നൊരു ഇതാണ് സൺറൂഫ് ഹ്യൂണ്ടായി നൽകിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് സൺറൂഫാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഗൈസ് നമുക്ക് സൺറൂഫ് തുറക്കാം. ജസ്റ്റ് ഒരു ടച്ച് മാത്രം കൊടുത്താൽ മതി. സൺറൂഫ് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവുന്നതാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു സൺറൂഫ് തന്നെയാണ് വെർണയ്ക്ക് ഹ്യൂണ്ടായി നൽകിയിരിക്കുന്നത്. വെർണയുടെ പാസഞ്ചർ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉള്ളൊരു ഗ്ലൗ ബോക്സാണ് ഹ്യൂണ്ടായി വെർണയ്ക്ക് ഹ്യൂണ്ടായി അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് കാണാം ഓട്ടോ ഡിമ്മിങ് RVMs സൈഡിൽ സൺഷെയ്ഡിൽ നല്ലൊരു സൺഷെയ്ഡ് തുറന്നു കഴിഞ്ഞാൽ നല്ലൊരു വാനിറ്റി മിററും നൽകിയിട്ടുണ്ട്. അത് നല്ലൊരു ടച്ചാണ്. ഹ്യൂണ്ടായി വെർണയുടെ ബാക്ക് സൈഡ് റിവ്യൂലോട്ട് പോവാം. നമ്മൾ ഈ ഡോർ തുറക്കുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ആ ഒരു ഫ്രണ്ടിൽ കൊടുത്തൊരു ഡുവൽ ടോൺ ടച്ച് തന്നെ ഡോറിലും വന്നിട്ടുള്ളത്. ഒരു ബ്ലാക്ക് ടോപ്പും ഒരു ബീച്ച് ലോവറും കൂടെ വന്നിട്ടുള്ളത്. പിന്നെ ഈ ഡോർ ഹാൻഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം വിൻഡോ ഓപ്പണിങ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നല്ലൊരു ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷുള്ളൊരു ഡോർ ഓപ്പണിംഗ് ലോക്കാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ പിന്നെ ഇൻറ്റീരിയറിലോട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം നല്ലൊരു ബേജ് കളറിലൊരു ഫാബ്രിക് സീറ്റാണ് ഹ്യൂണ്ടായി വെർണയ്ക്ക് SX മോഡലിൽ ഹ്യൂണ്ടായി നൽകിയിട്ടുള്ളത്. ഗൈസ് എല്ലാവരും കാണാം. നീ റൂമിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഹ്യൂണ്ടായി വെർണയ്ക്ക് അത്യാവശ്യം നല്ലൊരു നീ റൂം തന്നെയാണ് ബാക്ക് പാസഞ്ചറിന് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷനാണ്. നല്ലൊരു തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം റിയർ AC വെൻറ്റ്സ്. ബാക്കിലെ പാസഞ്ചേഴ്സിൻ്റെ കംഫർട്ടിന് വേണ്ടി ഹ്യൂണ്ടായി നല്ലൊരു ടച്ചാണ് നൽകിയിട്ടുള്ളത്. പിന്നെ അത് കൺട്രോൾ ചെയ്യുന്ന ഫാൻ. പിന്നെ അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് കാണാം 12 വാട്ടിൻ്റെ ഒരു പവർ ചാർജിങ് സോക്കറ്റ് നൽകിയിട്ടുണ്ട്. ബാക്ക് സീറ്റിൻ്റെ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വിൻഡ്ഷീൽഡിൻ്റെ തൊട്ട് പിറകിലായിട്ട് ഒരു മാനുവൽ സൺ ബ്ലൈൻഡും കൊടുത്തിട്ടുണ്ട്. സൺ ബ്ലൈൻഡിൻ്റെ തൊട്ട് താഴെ തന്നെ ബേബി സീറ്റ്സ് വെക്കേണ്ട രണ്ട് പ്രൊവിഷൻസ് നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു എൻജിൻ റിവ്യൂലോട്ട് കടക്കാം. അപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്നത് 1.5 ലിറ്റർ 1497cc 4 സിലിണ്ടർ DOHC പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു XX മോഡലിന് ഹ്യൂണ്ടായി നൽകിയിരിക്കുന്നത്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സ് പവർ എന്ന് വെച്ചാൽ 113 bhp ആണ്. വിത്ത് മാക്സിമം എമൗണ്ട് ഓഫ് ടോർക്ക് എന്ന് വെച്ചാൽ ഒരു 144 Nm ടോർക്കാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ മൈലേജിൻ്റെ കാര്യത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 17.7 മൈലേജാണ് ഹ്യൂണ്ടായി ഇതിന് ബൂസ്റ്റ് ചെയ്യുന്നൊരു മൈലേജ്. എൻജിൻ ബേയുടെ തൊട്ട് മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഡുവൽ വൈപ്പർ ബ്ലേഡ്സ് ആണ് ഹ്യൂണ്ടായി ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. വെർണയുടെ എൻ്റെ മുന്നിൽ കിടക്കുന്ന SX വേരിയൻറ്റിന് വരുന്ന റേറ്റ് എന്ന് വെച്ചാൽ 10.8 lakhs ആണ് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് ചോദിച്ചു കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 13 lakhs ഓൺ റോഡ് പ്രൈസും വരുന്നുണ്ട് ഈ ഒരു SX പെട്രോൾ വേരിയൻറ്റിന്. ഓൾ ഇൻ ഓൾ പറഞ്ഞാൽ വെർണ ഒരു നല്ലൊരു വാഹനമാണ്. നല്ലൊരു ഡെയിലി ഡ്രൈവറാണ്. നല്ലൊരു സ്ലീക്കി ഡിസൈനും അത്യാവശ്യം നല്ല മൈലേജും സീറ്റിംഗ് കംഫർട്ടും തരുന്നൊരു വാഹനമാണ് പുതിയ ഹ്യൂണ്ടായി വെർണ. 2020 വെർണയുടെ ടെസ്റ്റ് ഡ്രൈവ് റിവ്യൂമായി ഉടൻ തന്നെ അടുത്ത വീഡിയോ ഞാൻ വരുന്നതായിരിക്കും. സോ ഗൈസ്, പുതിയ റിവ്യൂസിനായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ നിങ്ങൾ ബെൽ ബട്ടൺ കൂടെ അമർത്തിക്കാൻ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും ഉടൻ തന്നെ കിട്ടുന്നതായിരിക്കും. സോ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.